എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് EDയുടെ നീക്കങ്ങൾ എന്ന് ഇന്നത്തെ ഹൈക്കോടതിയിലെ വിധിയോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്, എന്താണ് ഇത്ര തിടുക്കം? തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? നോക്കിക്കേ, നാളെ കോടതി വെക്കേഷൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ തലേന്ന് ഇത്ര ധൃതി പിടിച്ച് ED ഓടിച്ചെല്ലേണ്ട കാര്യം എന്താ ഇരിക്കുന്നത്? അതിനൊരു ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട്. സീൽഡ് കവറിലാണ് കോടതിയിൽ EDയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. സീൽഡ് കവറിലെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ചില പത്രക്കാർക്ക് കിട്ടുന്നു? ED രാഷ്ട്രീയം കളിക്കുകയാണ് കേട്ടോ. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ നീക്കത്തങ്ങ് കൂട്ടുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രത അത് കോടതി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. EDയുടെ അപ്പീല് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ നോക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? സിംഗിൾ ബെഞ്ച് പറഞ്ഞത് എൻ്റെ ചലഞ്ച് നിലനിൽക്കും എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു ചാർജ് ഷീറ്റും ഇല്ലാതെ എന്നെ വിളിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ചലഞ്ച് എൻ്റെ മെറിറ്റിൽ പരിശോധിക്കാനിരിക്കുകയാണ്. അതിനിടയിൽ തെരഞ്ഞെടുപ്പിനിടയിൽ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ EDക്ക് ചോദ്യം ചെയ്തേ പറ്റൂ തെരഞ്ഞെടുപ്പിടയിൽ. എന്തിനു വേണ്ടിയിട്ട്? എന്താണ് ഇതിന് കാരണം? ഏതെങ്കിലും തെളിവ് മാറിപ്പോകും. 2 വർഷത്തെ നീണ്ട ഇൻവെസ്റ്റിഗേഷൻ്റെ അവസാനം കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ EDയുടെ രാഷ്ട്രീയ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല എന്നുള്ളത് നമ്മുടെ കോടതി സംവിധാനത്തോടുള്ള നമ്മുടെ എല്ലാവരുടെയും ബഹുമാനം വർദ്ധിപ്പിക്കേണ്ടതാണ്.